അങ്ങനെ പെണ്ണുങ്ങളെല്ലാം വിഷമത്തിൽ കഴിയുക. അങ്ങനെ ഇരുന്നപ്പോ ഈ രാധാലക്ഷ്മി എന്ത് ചെയ്ത് അവിടെയുള്ള കുറെ പെണ്ണുങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അടിപൊളി. പുള്ളിക്കാരി നമ്മുടെ ഒരു ലൈനായിരുന്നല്ലേ? പൊളിറ്റിക്സ്, ഈ പൊതുപ്രവർത്തനം. അവളുടെ മുമ്പിൽ നിങ്ങളൊന്നും ആരുമല്ല. അപ്പച്ചി അത് അവിടെ നിൽക്കട്ടെ, ബാക്കി പറയാം. രാധാലക്ഷ്മി മുന്നിൽ നിന്ന് ഈ കള്ളവാറ്റിനെതിരെ സമരം ചെയ്ത് ആണുങ്ങളെ നല്ല കിട്ടിയപ്പോ കുറെ പെണ്ണുങ്ങളെല്ലാം വീട്ടിലേക്ക് ഓടി. പക്ഷേ ഒരു 3-4 പെണ്ണുങ്ങളും രാധാലക്ഷ്മി മാത്രം തനിച്ചായി. അപ്പൊ സമരം പരാജയപ്പെട്ടു. പക്ഷേ രാധാലക്ഷ്മി തോറ്റു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അവള് അന്ന് രാത്രി തന്നെ ബാക്കിയുണ്ടായിരുന്ന 4 പെണ്ണുങ്ങളെയും കൂട്ടി വാറ്റുവരയ്ക്ക് തീ വെച്ച്. അയ്യോ, എന്നിട്ട് അത് തടയാൻ വന്നവരുടെ കാലും കയ്യും തല്ലി ഓടിച്ചു. അപ്പൊ അതിനാണ് ജയിലിൽ പോയത്? അതിനല്ല ജയിലിൽ പോയത്. പിന്നെ ഈ കള്ളവാറ്റുണ്ടാക്കിയവരുണ്ടല്ലോ, എല്ലാ കേസും രാധാലക്ഷ്മിക്ക് എതിരായിട്ട് തിരിച്ചു വിട്ടു. അതായത് പോലീസ് കേസ് വന്നപ്പം കള്ളവാറ്റുണ്ടാക്കിയത് രാധാലക്ഷ്മി, വീട്ടിൽ തീ വെച്ചത് രാധാലക്ഷ്മി, ഒരുത്തന്നെ കായും കൈയും തല്ലിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് രാധാലക്ഷ്മി, എല്ലാം രാധാലക്ഷ്മിക്ക് എതിരായിട്ട് കൊന്നു. വീടിന് തീ വെച്ചോ? കേസ് വന്നപ്പോ ഈ വാറ്റുപുരയൊക്കെ വീടായി മാറിയടി. അല്ല, അതെന്താ രാധാലക്ഷ്മി മാത്രം? കൂടെ ഉണ്ടായിരുന്ന 4 പെണ്ണുങ്ങൾ എന്ത് ചെയ്യേ? ബാക്കിയുള്ള 4 പെണ്ണുങ്ങളും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ രാധാലക്ഷ്മി സമ്മതിച്ചില്ല. അപ്പോൾ ഒറ്റയ്ക്ക് കുറ്റം മുഴുവൻ ഏറ്റെടുത്തു. കേട്ടാ എന്ത്? അങ്ങനെയാണ് ധീര വനിതകള്. അതിന് അല്ലാതെ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് ഡൽഹി പോണെന്നൊന്നും നടക്കല്ല. എന്നിട്ടെന്താ ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രാധാലക്ഷ്മിയുടെ നേരെ നിന്ന് സംസാരിക്കാൻ എടവപ്പാതിയിലെ ആണുങ്ങൾക്ക് വരെ ഭയമായിരുന്നു. ഇനി കണ്ടറിയണം നിങ്ങളുടെയൊക്കെ ഭാവി എന്താകുമെന്ന്. തെറ്റ് രാധാലക്ഷ്മി ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല, തെറ്റ് ചെയ്യുന്നവരെയും. സീത ചേച്ചി രാധാലക്ഷ്മി ആണോ? രാധാലക്ഷ്മി കുഞ്ഞമ്മ വന്നിരിക്കുന്നു. ചേച്ചി, രാധാലക്ഷ്മി കുഞ്ഞമ്മ. ബാക്കി 20 രൂപ എനിക്ക് ഇങ്ങോട്ടാ തരണ്ടേ? 20 നിനക്ക് അങ്ങോട്ടോ? ജംഗ്ഷനിൽ നിന്ന് ഈ വണ്ടിയിൽ കേറുമ്പോ ഇവിടെ വരെ 80 രൂപ എന്നല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞത്? 80 രൂപയുടെ ഓട്ടോ ഉള്ളു ചേച്ചി. റോഡ് മുഴുവൻ കൊണ്ടു കുഴിയുക. മുതലാണ്ടേ ചേച്ചി 20 രൂപയും കൂടി ഇങ്ങോട്ട് താ. അല്ല, എന്നാലും നമ്മൾ പറഞ്ഞുറപ്പിച്ച പൈസയല്ലേ 80 രൂപ. വന്നിറങ്ങി ഞഞ്ഞാ വർത്താനം പറഞ്ഞ എന്റെ സ്വഭാവം മാറ്റത്. ബാക്കി കാശ് 20 അല്ലേ? 20 രൂപ. ശരി, ഓരോന്ന് ഇറങ്ങിക്കോളും. ഓട്ടം കഴിയുമ്പം പൈസ ചോദിച്ചില്ല.
ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി എന്താ പറയാ? കേറിയിരിക്കാൻ പറ. അമ്മായി എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അളിയ ആ ചേച്ചിയെ അളിയ അതെ ഇത്ര നാളായി കണ്ടിട്ട്. ഞാന് ജയിലിൽ നിന്ന് അറിയാലോ. വരുന്ന ആ ഞാൻ ഇന്ന് തന്നെ വരാന്ന് വിചാരിച്ചില്ല. അല്ല, ഞാൻ സീതേച്ചിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് കത്ത് കിട്ടിണ്ടായിരുന്നു. എന്ത് കോലാടാ നിന്റെ! ചെക്കനങ്ങ് വണ്ണം വെച്ച് മുടിയൊക്കെ നോക്ക്, വലിയ ആളായി. അല്ല സീതേച്ചി, എനിക്ക് മനസ്സിലായി. എന്നെ കാണാനുള്ളൊരു വിഷമം കൊണ്ടായിരിക്കുമല്ലേ? സത്യം പറഞ്ഞാൽ ഞാനും ഓട്ടോറിക്ഷയിലിരുന്ന് ചേച്ചീനെ എങ്ങനെ കാണും എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് കുഞ്ഞേച്ചിയെ, ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി എവിടെ പോയി? ഒരു തീർത്ഥാടനത്തിന് അങ്ങനെ പോയിരിക്കുക. ഗവൺമെന്റിന്റെ ഇതില് ട്രെയിനിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു 10-13 ദിവസം കൊണ്ട് തിരിച്ചു വരും. 13 ദിവസം? ഞാൻ ചേച്ചിനെ കാണാനല്ലടോ വന്ന്. അല്ല, വിഷമിക്കല്ല, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്താപ്പത് അറിയാതെ ഞാൻ എത്ര കൊതിയോടുകൂടി ഓടി വന്നെന്നറിയോ ചേച്ചിനെ കാണാൻ. അതിന് പെട്ടെന്ന് വരുമല്ലോ. ചേച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ എങ്ങനെയാണ്? അല്ല, ഞങ്ങളൊക്കെ ഇല്ലേ? അറിയാതെ വേഗം കുഞ്ഞ് വരുമല്ലോ മോളെ. കറിയല്ലേ, കണ്ണൊക്കെ തുടച്ചേ. അവരൊക്കെ കാണില്ലേ? നോക്കിയേ, അതാരൊക്കെ നിക്കണം നോക്കിയേ. ഇതുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുടുംബം. പുണ്യല്ലേ ഇത്? എന്ത് വളർന്നു ചെക്കൻ! മീശയൊക്കെ വന്നോ നിനക്ക്? ഇപ്പോഴും ഉണ്ടാ കണ്ണു ചിമ്മല്? ഇടയ്ക്കിടയ്ക്ക് കേളൂ. ഇപ്പൊ കൂടിയാവ കുറഞ്ഞ? ദേഷ്യം വരുമ്പോ നല്ലോണം ഉണ്ട്. പിന്നെ കുഞ്ഞേച്ചി ഇത് പങ്കി അകത്ത് ചെന്ന് ബാക്കി എല്ലാവരും പരിചയപ്പെടാം. അവള് യാത്ര കഴിഞ്ഞ് വന്നല്ലയോ? കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അതെ, ആയിക്കോട്ടെ. എന്നാ ഒരു കുഞ്ഞേച്ചി എന്റെ ദൈവമേ, ഈ തങ്കപ്പെട്ട സ്ത്രീയെ കുറിച്ചാണല്ലോ ഇന്നലെ ഈ അപ്പച്ചി അത്രയും ബിൽഡപ്പും കൊടുത്ത് നമ്മളെയൊക്കെ പേടിപ്പിച്ച് വെച്ചെന്ന് ഓർക്കുമ്പോഴാ. അത് തന്നെ അപ്പച്ചി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. പാവം കുഞ്ഞമ്മ, കണ്ടിട്ട് എനിക്ക് തന്നെ കരച്ചിൽ വരുമായിരുന്നു. ഇങ്ങനെ കരയുന്ന ആളല്ല രാധാലക്ഷ്മി. നിനിപ്പോ ആ കരഞ്ഞത് രാധാലക്ഷ്മി അല്ലേ? അതേ അപ്പച്ചിയെ മൈൻഡ് ചെയ്യാതെ പോയതിന്റെ ചോദിക്ക് പറഞ്ഞു തീർക്കണതാ. നിങ്ങൾ ചിരിച്ചോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതല്ല രാധാലക്ഷ്മി. ഇതല്ല, ഇപ്പൊ വന്നത് വേറെ. മിണ്ടാണ്ടിരിക്കി. അല്ല, ഞാൻ പോയിട്ടെ കുഞ്ഞമ്മക്ക് ചായ കൊടുക്കട്ടെ. എന്താപ്പത്? നല്ല കാര്യമുണ്ട്. എന്തിനു സങ്കടപ്പെടണേ? കുഴപ്പമില്ലല്ലോ. ഒരു യാത്ര പോയിരിക്കല്ലോ, ഇങ്ങോട്ട് വരുവേ. കരയൊന്നും വേണ്ടതാ, ഇങ്ങോട്ട് നോക്കൂ. നേരത്തെ കണ്ടില്ലേ കുമാരി, അപ്പുണ്ണിയുടെ ഭാര്യ. ഓ, അപ്പുണ്ണിയുടെ ഭാര്യയാണ്. നല്ല പഠിപ്പുകളുടെ കുട്ടിയാ. പഠിച്ച് ജോലിയൊക്കെ കിട്ടും. ഇതാരാ നോക്കൂ,
അമ്പിളി രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ആ അവന് കല്യാണം കഴിച്ചോട്ടോ ആ ഷാഹിന കുട്ടിയുടെ പേര് ഇവിടെ ഉണ്ടാളുണ്ട് പിന്നെ ഇത് അനന്തന്റെ കുട്ടിയോള് ഇതാ രണ്ടും അതെ ശരി. അല്ല അപ്പൊ അനന്തന് മാത്രമുള്ള കുട്ടികൾ? അല്ല ആ പുണ്ണിക്ക് കുട്ടിയായി ആ കുമാരിക്ക് ഒരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടി ഒരാൺകുട്ടി. ചേച്ചി എപ്പോഴാണ് വരിക? ചേച്ചി വരുന്നേ ചേച്ചി ഇപ്പൊ എന്താ വെച്ചാ അങ്ങനെ ഒരു യാത്ര ആയതുകൊണ്ടേ ഇപ്പൊ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മൂപ്പരുടെ ഇങ്ങനെ പോണം എന്നുള്ളതേ അങ്ങനെ പോയിരിക്കുക വരും വരും എന്നാലും ഞാൻ ഇത്ര വർഷം കഴിഞ്ഞു ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ ഓടി വന്ന് ചേച്ചീനെ കാണാനാണ്. അത് ഇങ്ങനത്തെ ഒരു സമയമായി എന്നുള്ളത് കുഴപ്പമില്ല വരും വരും തന്നെയാണ് വിചാരിക്കണത്. ചിരി നോക്ക് പഴയ ചേച്ചി. അതെ ഇവിടെ ഉണ്ടാവാറില്ല. അല്ല നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അതോ ഇപ്പോഴും ഒറ്റാന്തടി ആണോ? അല്ല ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടി. ചെറുതായിട്ടൊന്ന് കെട്ടിയേ? എടാ കള്ള. എന്തായിരുന്നു ചെറുപ്പത്തില് രാഷ്ട്രീയം പാർട്ടി അത് മാത്രമാണ് ജീവിതം. കൊള്ളാം. എന്തായാലും ചേച്ചിയുടെ വലിയ സ്വപ്നമായിരുന്നു നിന്റെ കല്യാണം. എന്റെ അതെന്തായാലും പൂർത്തിയായില്ലോ. ചേച്ചിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ടാവൂല്ലേ പെണ്ണിന്? ആവൂ പിന്നെ പറയാണ്ടോ. എന്താ അവന്റെ ഒരു നാണം കള്ളൻ. ഓ അവർക്ക് അതെന്തായാലും വേണ്ടിട്ടായി തീർത്ഥാടനത്തിന് തന്നെ പോയിരിക്കണ ചേച്ചി. അതെ അത്ര ഇഷ്ടം. അത്ര ഇഷ്ടം അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി പ്രാർത്ഥിക്കപ്പോ. ഓ ശോ ഭഗവാനെ കാത്ത് രക്ഷിക്കട്ടെ ഈശ്വരാ. അതെ, അതെ. സന്തോഷായിടാ എനിക്ക്. ഓ ശരിക്കും ട്ടാ. കുഞ്ഞമ്മേ ചായ. ഇതാണ് അമ്പിളിയുടെ ഭാര്യ ഷാഹിന. ആ, നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ലവ് മാരേജ് ആയിരുന്നല്ലേ? നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിടിയാ കഴുതനെ? അത് ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ശരി ചായ കുടിക്ക്. പിന്നെ ജയിലിലെ ചായയുടെ രുചിയൊന്നും കിട്ടൂല കേട്ടോ ഇതിന്. ജയിലിലെ ചായയുടെ രുചി വേറെ എവിടെ പോയാലും കിട്ടില്ല മോളെ. ഷാഹിന അല്ല ഭക്ഷണം എടുത്ത് വെക്കായിരുന്നു നമുക്ക് കഴിക്കാറായില്ലോ. ആ ഞാൻ എടുത്തു വെക്കാം. ആ എടുത്ത് വെച്ചോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാ? കൊറേയൊക്കെ അറിയാം. അത് ശരി. എന്തായാലും ചേച്ചിക്ക് എല്ലാരെ കൊണ്ടും നല്ല സന്തോഷായി ഉണ്ടാവില്ല. അതെ, അതെ. എന്നാ ഭക്ഷണം എടുത്ത് വെച്ചോ. ഞാൻ നല്ല ചായ ട്ടാ. അതെ ആളൊരു പൊട്ടിക്കാളിയാട്ടാ എന്താ എവിടെ പറഞ്ഞതെന്ന് അറിയില്ല. അത് അവനെ പ്രേമിച്ച് കെട്ടിന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആള് മിടിക്കാട്ടോ. ആ അമ്പിളിക്ക് കേബിളിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഗൾഫിൽ പോയപ്പോ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെയാണ് ഏൽപ്പിച്ചത്. അസലായിട്ട് നോക്കണ്ട് മിട്ടിക്ക. അവനിപ്പോ ഗൾഫിലാ? ആ ഗൾഫിലാണ്. അപ്പൊ നല്ല കാശുണ്ടാവില്ലേ? എപ്പട്ടെ മാസം ഞാൻ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കല്ലേ. ആര് നീയാ? അല്ല കേബിളിന്ന് കിട്ടുന്ന കാശ് ഞാൻ വെള്ളം കൊണ്ടുപോയി അയച്ചു കൊടുക്കാൻ. അങ്ങനെ കിട്ടും. എടാ നീ ആ ചേച്ചിനെ ഒന്ന് വിളിച്ചേ. വിളിച്ചാ കിട്ടില്ലല്ലോ. അതെന്താ? യാത്രയിലല്ലേ ചേച്ചി? എടാ യാത്രയിലാണെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കടാ എപ്പോഴാ വരണേന്നൊന്നും അറിയാലോ. അല്ല എന്താ വെച്ചാലേ ഇപ്പൊ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കേദാറിലോ ഋഷികേശിലോ എവിടെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ. അതെന്താടാ അവിടെ ഒന്ന് ഫോൺ വിളിച്ചാ കിട്ടാത്തത്? അല്ല ഫോണില്ലാണ്ടല്ലേ റേഞ്ച് ഇല്ലല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ. അതാണേ അതിലിനിയിപ്പോ വിഷമിക്കാൻ നിൽക്കണ്ട. അതേ വേഗം കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേറെ സംസാരിക്കാണ്ട് ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചേച്ചി ഇല്ലാത്തൊരു വീട് എന്ന് പറയുമ്പോ വരും. അല്ല എവിടെയാ റൂം? എനിക്ക് കുളിച്ചൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. വരും. അല്ല അത് ഞാൻ എടുക്കാം. കുഴപ്പമില്ല. അതെ വേഗം എടുത്ത് വെക്ക്. കുഞ്ഞമ്മ കഴിക്കാൻ വരും. എടുക്കാനാ പുണ്ണേട്ടാ. ആ കൊണ്ടേ. പച്ചക്കറി മീൻകറി ഇല്ലേ കേട്ടോ കുമാരി? പണ്ടി കൊച്ചാലമൂട്ടിലേ വെണ്ടക്കയുടെ വിത്തിടും. ഞാൻ എന്നും രാവിലെ പോയിട്ട് മാന്തി നോക്കും മുളച്ചോന്നറിയാനേ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മാന്തുമ്പോ എന്റെ പോറകിൽ ചന്തിക്കൊരടി കുഞ്ഞമ്മ. കുഞ്ഞായിരിക്കുമ്പോഴാ? അത് കുഞ്ഞായാലും വലുതായാലും തെറ്റ് കണ്ട കുഞ്ഞമ്മ അടിക്കും. അപ്പൊ അങ്കിയമാനോട് ചോദിച്ചറിയാം. അപ്പൊ പങ്കിയമാന് നല്ല കിട്ടിയിട്ടാവൂലോ. എത്ര കിട്ടിന പങ്കിയമാവൻ ഇപ്പുള്ള പോലെ നല്ലായിരുന്നു. പങ്കിമാവൻ മഹാകുരുത്തക്കേടായിരുന്നു ചെറുപ്പത്തിൽ. അമ്മയോട് ചോദിച്ചു നോക്കിയേ. കുറവൊന്നുമില്ല.
അപ്പുണ്ണേട്ടാ അപ്പച്ചിയുടെ വർത്താനം കേട്ടപ്പോഴേ ഞാൻ ഓർത്തു കുഞ്ഞമ്മ ഭയങ്കരയായിരിക്കും. ഇപ്പൊ പാവായിണ്ടാവും, കണ്ടില്ലേ? ആ എന്താ ഒന്നും ആയില്ലേ? എല്ലായി പങ്കിയാമ്മ വായോ. പാവം ചേച്ചി. ആ കുഞ്ഞേച്ചി, ഇതാണ് നമ്മുടെ അപ്പുണ്ണിയുടെ ഭാര്യ കുമാരി. മനസ്സിലായില്ലേ? അപ്പുണ്ണിയുടെ ഭാര്യ കുമാരിയല്ലേ? അതല്ലാന്നേ. അല്ലേ? അതെ, അതായത് നമ്മുടെ പീതാംബരേട്ടല്ലേ, നമ്മുടെ പറമ്പിന്റെ അപ്പുറത്ത്. ഓ ഓ മറ്റേ നന്നായിട്ട് പഠിക്കണ ഒരു മോളുള്ള. അതന്നെ, ഒരു മോൾ തന്നെ ഉള്ളൂ. ആ പഠിക്കണ ആ മോൾ തന്നെയാണ് ഈ നിക്കണത്. പീതാംബരേട്ടന്റെ മോളാ. അവളാണ് ഇത്. അവളെപ്പോഴും ഇവിടെ പാലൊക്കെ മേടിക്കാൻ വന്നിരുന്നല്ലേ. അങ്ങനെ നന്നായി പഠിപ്പുള്ള ഈ കുട്ടീനെ ഒട്ടും പഠിപ്പില്ലാത്ത ഈ കുട്ടി കെട്ടിങ്ങോട്ട് കൊണ്ടുവന്നു. മോക്കല്ലേ ഗവൺമെന്റ് ജോലി? ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും അല്ലേ? അടുത്ത് ശരിയാവും. നന്നായി മോളെ. പെൺപിള്ളേരായ എപ്പോഴും ഒരു ജോലി വേണം, അതൊരു ധൈര്യ. PSC ഇതിന് കിട്ടിയതാ. അതെ. ഓ, എന്താ അവന്റെ ഒരു അഭിമാനം നോക്കിയ ഭാര്യനെ കുറിച്ച് പറയും. ഇപ്പൊ ഇങ്ങനെ അഭിമാനിക്കാൻ, അല്ലാണ്ട് ഇപ്പൊ പഠിച്ചില്ലല്ലോ പഠിക്കേണ്ട കാലത്ത്, അല്ല ഇപ്പൊ ജോലിക്ക് പറഞ്ഞു. പിന്നെ ഇതാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്പിളിയുടെ സായിനാഥാണ് പേര്. അത് പിന്നെ ഇപ്പൊ അമ്പിളിയുടെ മാതിരി തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. അമ്പിളി ഒട്ടും പഠിച്ചിരുന്നില്ലല്ലോ, അതേമാതിരി തന്നെ ഒട്ടും പഠിക്കാത്തൊരു മിടുക്കി. പറയുമ്പോ എല്ലാം പറയണ്ടേ, ഒക്കെ അറിഞ്ഞിരിക്കട്ടെ കുഞ്ഞേച്ചി. പിന്നെ എന്റെ സാറാമ്മ നേരത്തെ കണ്ടില്ലേ, മറ്റേ കണ്ണട. അതന്നെ ഒരു വലിയ നേതാവാ. ഇപ്പൊ പാർട്ടി ഓഫീസിൽ പെട്ടെന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നിട്ട് പോയിരിക്കുക. കുഞ്ഞമ്മേ, ഈ സാറാമ്മേടത്തിന് നല്ല ബുദ്ധി വിവരമൊക്കെ കേട്ടോ. ഒരു ബുദ്ധിയില്ലാത്ത അമ്മാവനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്ത് വർത്താനാ പുണ്യ അങ്ങനെ പറയണത്? ഞാൻ ഒരു അമ്മാവനല്ലടാ. പിന്നെന്താ മരുമക്കളെ പറയുമ്പോ പിന്നെ അമ്മാവനെ പറഞ്ഞാലെന്താ? നേരത്തെ പറഞ്ഞതിന്റെ ശേഷിയാണ്. അല്ലടാ മൂത്തോൻ അവിടെ അനന്തന്റെ ഭാര്യ ദേവിക. ദേവിക അവക്ക് ജോലി ഉണ്ടാ? ജോലിയില്ല, അവ കുട്ടികൾ ചെറുതല്ലേ. പിന്നെ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവരിടയ്ക്ക് വരും, ഇടയ്ക്കൊക്കെ വരും. അതെ, ഇനി സംസാരമൊക്കെ പിന്നെ ആവാം. ബാ കഴിക്കാം. പറഞ്ഞിരുന്ന സമയം പോയത്. വിളമ്പി കൊടുക്കുമോ? ഏയ് വേണ്ട, ഞാൻ തന്നെ വിളമ്പി കഴിച്ചോളാം. ചോറ് അത് പുളിശ്ശേരി. അത് മീൻ കറിയാ. അത് ചേനക്കൂട്ടാനാ. ഒക്കെ ഉണ്ട്. കഴിച്ചോളൂ, ഞങ്ങളൊക്കെ കഴിച്ചതാ. എന്താ കുഞ്ഞേച്ചിയെ? എന്താ കുഞ്ഞമ്മേ? കുഞ്ഞമ്മ എന്താ? എനിക്ക് തോന്നുന്നതേ ഇത്രയും കറികൾ ഒരുമിച്ച് കണ്ടോണ്ടായിരിക്കും. അതല്ലടാ, വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി. അതിന്റെ കുഞ്ഞേച്ചി ശ്രമിക്കണ്ട, കഴിച്ചോളൂ. കഴിച്ചോളൂ കുഞ്ഞമ്മ, വയറ് നിറയെ കഴിക്കും. ഇന്ന് ഞായറാഴ്ചയല്ലേ? വ്രതമുണ്ടോ? അതല്ല, ജയിലില് ഞായറാഴ്ച മട്ടൻ കറി ഉണ്ടാവാറുണ്ട്. അതൊരു ശീലായി പോയി ജയിലില്. എല്ലാ ഞായറാഴ്ച മട്ടൻ കറി ഉണ്ടാവും. അയ്യോ, അപ്പുണ്ണിയെ ഉസ്മാന്റെ കടയിൽ നിന്ന ഒരു മട്ടൻ കറി ഞാൻ വാങ്ങിക്കാം. പങ്കിയമ്മ, എന്തായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ, മേടിക്കുമ്പോഴേ ഒരു 2-3 എണ്ണം വാങ്ങിച്ചോ. പങ്കിയമ്മ എങ്കിൽ പിന്നെ 4 ആയിക്കോട്ടെ, ഞായറാഴ്ച അല്ലേ? പറഞ്ഞു ഞായറാഴ്ചയാണല്ലോ, എന്നാ പിന്നെ ഒരു 5 എണ്ണം മേടിക്കാം. അമ്മായി വരും. എന്നാ പിന്നെ രാത്രി വെട്ടാ നല്ലത്. പിന്നെ 5 എണ്ണം മേടിക്കാം, പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. മേടിച്ചോ, എഴുതി വെച്ചാൽ മതി. കണക്കിൽ എഴുതിക്കോ, പങ്കാമന്റെ കണക്കിൽ എഴുതിക്കോ. മേടിച്ചോ, എഴുതി വെക്കൂട്ടോ. മേടിച്ചോ, എഴുതി വെക്ക്. തരണം ഞാനല്ലേ. അപ്പോ എന്നാ പിന്നെ മട്ടൻ വരട്ടെ, എന്നിട്ട് കഴിക്കാം. അയ്യോ, ഒന്നും വിചാരിക്കല്ലേ മക്കളെ. ഒന്നും വിചാരിക്കില്ല. അതൊരു ശീലായി പോയി, എല്ലാ ഞായറാഴ്ച മട്ടൻ കഴിച്ചിട്ടേ. അതില്ലാണ്ട് എനിക്ക്. അത് ശരിയാ എല്ലാം സ്ഥിരമായിട്ട് എന്ത് ചെയ്താലും അങ്ങനെയാണല്ലോ. അതെ. പങ്കി ഒരു ഉപകാരം ചെയ്യൂ. എന്ത് കുഞ്ഞേച്ചി? ഞാൻ പോണ വരെ എനിക്ക് ഈ ജയിലിലെ മെനു ഒന്ന്. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഉണ്ടാക്കി തരാം. കുഞ്ഞമ്മ എന്താ പറഞ്ഞാ മതി. സന്തോഷം. അതൊക്കെ അവിടെ ചെയ്യാലോ, അത്രയിലൊക്കെ ഞങ്ങൾ ചെയ്യണ്ടേ കുഞ്ഞേച്ചിക്ക്. അവിടെ ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും മട്ടൻ.
അതെയോ? എല്ലാ ഞായറാഴ്ചയും മട്ടണായിരിക്കും. ഔ, ഒരു ഭാഗ്യം തന്നെയാണ്. അല്ല ഭക്ഷണത്തിന്റെ ഇവിടെ വർഷത്തിൽ ഒരിക്കൽ വെച്ചെങ്കിലായി, ഇല്ലെങ്കിലില്ല. അതിപ്പോ കഷ്ണായിട്ടൊന്നും എടുക്കണ്ടാവില്ല. എല്ലാവർക്കും കുറച്ച് ചാളൊക്കെ ഇങ്ങനെ കിട്ടും. നമ്മുടെ കുഞ്ഞേച്ചില്ലേ ഇപ്പൊ പറഞ്ഞോണ്ടെന്താ അവിടെ അങ്ങനെയൊന്നല്ല, ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് എടുക്കാം. എടുക്കാലോ. ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്കിന്ന് മട്ടൻ കറി കിട്ടിയായിരുന്നു. അതിനെന്താ മറുപടി ഇല്ലാത്ത? എന്നോട് ഇപ്പോഴും പിണക്കാണോ? എനിക്ക് ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നു. ആരുടെ? നമ്മുടെ റോസാ ചെടി ഞാൻ ലളിതനെ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കണേ.